ബോസ് മലയാളം സീസൺ 7 ഇന്നലെ ജിസേലിനെ കുറിച്ചും ആര്യനെ കുറിച്ചും ഒനിയിലും അഭിലാഷും ഇരുന്ന് സംസാരിക്കുകയാണ്. ഇവർ സംസാരിക്കുന്ന സമയം ആര്യനും ജിസേലും ഒന്നിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഒനിയിൽ അവരെ നോക്കി പറയുകയാണ്, ആര്യനും ജിസേലും ഭയങ്കര ഒട്ടലാണല്ലോ, ഇതവരുടെ പ്ലാനാണ്, സ്ട്രാറ്റജിയാണ്, ഇവരിവിടുത്തെ കപ്പിളാണ് എന്നുള്ളത് അറിയിക്കാനായിട്ട്. അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട്, ഇന്നലെ എന്നോട് ബിന്നി ഇക്കാര്യം പറഞ്ഞിരുന്നു, ഇതാണ് ഈ സീസണിലെ ലവ് ട്രാക്ക് എന്ന്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലവ് ട്രാക്ക് കളിക്കുന്നത് ആര്യനും ജിസേലുമാണെന്ന്. കൂടെ ഇരിക്കുന്ന സാബുമാൻ പറയുന്നുണ്ട്, ഈ ബിഗ് ബോസിൽ ലവ് ട്രാക്ക് വളരെ കോമൺ അല്ലേ, ഒരു ലവ് സ്ട്രാറ്റജി പോലെ, അത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടടാ എന്ന് അഭിലാഷും പറയുന്നുണ്ട്. ഇതേ കാര്യത്തെക്കുറിച്ച് രാത്രി ഏറെ വൈകിയും ഒനിയിലും അഭിലാഷും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇവള് പോവണം, ആര്യൻ ഒരു നല്ല കണ്ടസ്റ്റൻ്റ് ആണ്, നല്ലൊരു ഗെയിമറായിട്ടാണ് എനിക്ക് തോന്നുന്നത്, പക്ഷേ അവളുടെ സാരിത്തുമ്പിലാക്കി വെച്ചിരിക്കുകയാണ്, അവനെ അടിമയാക്കി വെച്ചിരിക്കുകയാണ്. ആ ഒരു ടാസ്ക് വന്നപ്പോഴും അവനെ അതുകൊണ്ടാണ് ആ ഒരു ടാസ്ക് കൊടുത്തത്, എന്നിട്ടും അവനത് മനസ്സിലായിട്ടില്ല. അവൾക്ക് കക്കൂസ് കഴുകാൻ വയ്യ, അത് കഴുകി കൊടുക്കാനായിട്ട് ആര്യൻ, പാത്രം കഴുകാൻ വയ്യ, അത് കഴുകി കൊടുക്കാനായിട്ട് അടിമയായി ആര്യൻ, തുണി കഴുകാൻ വയ്യ, തുണി കഴുകി കൊടുക്കാൻ അടിമയായി ആര്യൻ. ഇങ്ങനെ അടിമയാക്കി നല്ലൊരു കണ്ടസ്റ്റൻറ്റിൻ്റെ കരിയർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ. അതുകൊണ്ട് അവൻ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോവട്ടെ എന്ന് പറയുന്നു. അതിനുശേഷം ഒനിയിൽ പറയുന്നുണ്ട്, നമ്മളിവിടെ ഒരുത്തൻ്റെ PR മേടിച്ചിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ അഭിലാഷ് പറയുന്നു, നാളെ പുറത്തിറങ്ങിയാൽ ഇവരുടെ PRകളെ കൊണ്ട് നമുക്ക് നല്ല തട്ട് കിട്ടും. ഇനി നേരിട്ടുള്ള കളിയാണ്, നോമിനേഷനിലൂടെയല്ല, ഇനി നേരിട്ടുള്ള കളിയാണ്, കൊടുക്കും ഞാൻ എന്ന് പറയുന്നുണ്ട്. ആര്യനും ജിസേലും അവർ തമ്മിൽ ഇനിയിപ്പോൾ ഫ്രണ്ട്ഷിപ്പോ ലവ് ട്രാക്കോ ലവ് സ്ട്രാറ്റജിയോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ അവർ സിൻസിയറാണ്, ജെന്യൂനാണ് എന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. കാരണം അവർക്ക് അവരുടെ ഈ ഒരു കോംബോ പുറത്ത് പക്കാ നെഗറ്റീവാണ് എന്ന് ആര്യനും ജിസേലിനും വ്യക്തമായി അറിയാം. എന്നിട്ടും അവരവരുടെ ആ ഒരു സൗഹൃദം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു കോംബോ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരത് തുടരുന്നു എന്നുണ്ടെങ്കിൽ, അവർ അതിനെ റിയലായാണ് കാണുന്നത് എന്നല്ലേ പ്രേക്ഷകർ ധരിക്കേണ്ടത്. അപ്പോൾ അതിനിടയിൽ ഒനിയലും അഭിലാഷും ഇരുന്നുകൊണ്ട് ഇത്തരത്തിൽ കുത്തിത്തിരിപ്പ് കളിച്ചതുകൊണ്ട് യാതൊരുവിധ കാര്യവുമില്ല. ഗെയിമിലോട്ട് ഇറങ്ങി കളിക്കുക, അല്ലെങ്കിൽ വല്ല ടാസ്കുകൾ വരുന്ന സമയത്തോ, അല്ലെങ്കിൽ ഗെയിമുകൾ നല്ല രീതിയിൽ കളിച്ച് മുന്നോട്ട് പോയാൽ ഒനിയലിനും ഈ പറഞ്ഞ അഭിലാഷനും ഗുണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആര്യനും ജിസേലും ഈസിയായി അവർക്ക് വോട്ട് ബേസ് ഇട്ടിട്ടായാലും അവർ നല്ലൊരു ഇൻഡിവിജ്വൽ പ്ലെയേഴ്സാണ്. അവർ പരസ്പരം സൗഹൃദം ലവ് ട്രാക്ക് എന്തോ ആ ഒരു രീതിക്കൊക്കെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അവർക്കിടയിൽ തന്നെ നല്ലൊരു രണ്ടുപേർക്കിടയിലും നല്ല ഇൻഡിവിജ്വൽ ഗെയിമേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈസിയായി പ്രേക്ഷകരുടെ വോട്ടും വാങ്ങിച്ച് മുന്നോട്ട് പോകും. ഈ പറഞ്ഞ അഭിലാഷും ഒനിയലും പുറത്തു പോവാതിരുന്നാൽ മതി. അഭിലാഷ് ഇരുന്നുകൊണ്ട് കുത്തിത്തിരിപ്പ് എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ പരദൂഷണം എന്നുള്ളതല്ലാതെ അഭിലാഷിന് പ്രത്യേകിച്ച് ഒരു ഗെയിം ഉള്ളതായിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. ഒനിയൽ പിന്നെയും അഭിലാഷിനെ അപേക്ഷിച്ച് ഒരല്പം ബെറ്ററാണെന്ന് മാത്രം. സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ അപ്ഡേറ്റുമായി നമ്മൾ വീണ്ടും കൂടി ചെയ്യുന്നതായിരിക്കും.